സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനവും വേദികൾ സജീവം. സ്വർണ്ണക്കപ്പിനായി പോരാട്ടം കടുപ്പിച്ച് കണ്ണൂരും കോഴിക്കോടും പാലക്കാടും. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ തന്നെയാണ് മുന്നിൽ. വിവരങ്ങളുമായി സുജു ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുജു, നിലവിൽ വടക്കൻ ജില്ലകളുടെ ഒരു ആധിപത്യം തന്നെയാണ് കലോത്സവത്തിൽ തുടരാൻ കാണാൻ കഴിയുന്നത്. നിലവിൽ എല്ലാ വേദികളും സജീവമാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ജനപ്രിയ മത്സര ഇനങ്ങൾ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ മിമിക്രി, ഒപ്പം തന്നെ മോണോ ആക്ട് അടക്കമുള്ള മത്സരങ്ങൾ വേദികളിൽ തുടരുകയാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം തന്നെ എങ്ങനെയുണ്ട് അവിടെയുള്ള ഈ ഒരു ജനപങ്കാളിത്തം? കാണികളുടെ ഒരു എണ്ണം എങ്ങനെയുണ്ട് ഈ മത്സരങ്ങൾ കാണാനെത്തുന്നവരുടെ? സിജു സൂചിപ്പിച്ച പോലെ വടക്കൻ ജില്ലകളുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ ഒരു തെക്കൻ ജില്ലക്കാരനായി എനിക്ക് കൊല്ലം ജില്ലയുടെ സാന്നിധ്യം പറയാതിരിക്കാൻ പറ്റില്ല. കൊല്ലം ജില്ല 4ാം സ്ഥാനത്ത് 470 പോയിന്റുമായിട്ടുണ്ട്. ആദ്യ 4 സ്ഥാനവും നല്ല രീതിയിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ 484 പോയിന്റ് ആകുമ്പോൾ പാലക്കാട് 475 പോയിന്റ് നേടി 2ാം സ്ഥാനത്ത്. കോഴിക്കോട് 473 പോയിന്റ്. അതായത് പാലക്കാടും കോഴിക്കോടും തമ്മിൽ 2 പോയിന്റുകളുടെ മാത്രം വ്യത്യാസമാണ്. ഈ 1ാം സ്ഥാനത്തേക്കുന്ന കണ്ണൂർ 484 പോയിന്റ് എന്ന് പറയുമ്പോൾ 9 പോയിന്റ് ഡിഫറൻസ് മാത്രമാണ് 1ാം സ്ഥാനവും 2ാം സ്ഥാനമുള്ള പാലക്കാടും തമ്മിലുള്ള വ്യത്യാസം. അത് ശക്തമായ മത്സരമാണ് ഈ 62ാമത് സ്കൂൾ കലോത്സവ വേദിയിൽ നടക്കുന്നത്. അവസാന ദിവസം, അതായത് ഇന്നിപ്പോൾ 3ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുവാണ്. 8ാം ദിവസം ആര് കപ്പ് ഉയർത്തുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രവചനാതീതമായ രീതിയിലാണ് ശക്തമായ മത്സരം. നേരിയ പോയിന്റുകൾക്കാണ് ഇപ്പോൾ 1, 2, 3 സ്ഥാനം അലങ്കരിക്കുന്ന ജില്ലകൾ ഇപ്പോൾ ഉള്ളത്. കൊല്ലം ജില്ലയിൽ 470 പോയിന്റോടുകൂടി, അതായത് ആതിഥേയത്വം വഹിക്കുന്ന കൊല്ലംകാർ, അവരും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. മറ്റ് തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം തുടങ്ങിയ ജില്ലകളാണ് തൊട്ടു പിന്നാലെ വരുന്നത്. ഇന്ന് സിജി ചോദിച്ചു പറയുന്നത് ജനപ്രിയ അല്ലെങ്കിൽ കൂടുതൽ കാണികൾ വേദിയിലേക്ക് എത്തുന്ന ഇനങ്ങളുടെ മത്സരവും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് മിമിക്രി പോലുള്ള നാടോടി ഗാനം, മറ്റ് ഇനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അല്പസമയം അങ്ങനെയുള്ള എല്ലാ ഇനങ്ങളും ഇപ്പോൾ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും കൊല്ലത്ത് ഒരു പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ധാരാളം ആളുകളാണ് ഏത് കലാരൂപമാണെങ്കിലും തന്നെ വേർതിരിക്കുന്നത് തെറ്റെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആസ്വാദകരുടെ സാന്നിധ്യമാണ് എല്ലാ വേദിയിലുള്ള. നിറഞ്ഞ സദസ്സാണ് ഉള്ളത്. അതും ഒരു പ്രത്യേകതയായി കാണാവുന്നതാണ്. സുജു, ഈ കലോത്സവം മൂന്നാം ദിനം പിന്നിടാൻ പോകുമ്പോൾ നിലവിൽ ഈ സാധാരണഗതിയിൽ പരമ്പരാഗത മത്സരങ്ങളുണ്ട്. അതിൽ പുതിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ മിമിക്രി, ഒപ്പം തന്നെ മോണോ ആക്ട്, നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ സമകാലിക വിഷയങ്ങൾ, സാമൂഹ്യ വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. എങ്ങനെയാണ് ഈ മത്സരങ്ങളിലെ ഒരു വിലയിരുത്തൽ നമുക്ക് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ് സാമൂഹ്യ വിമർശനം വന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഈ മത്സരങ്ങളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും സിജു, അത്തരം ഒരു കാര്യം ഈ മത്സര ഇനങ്ങളിലുണ്ട്. ഇപ്പോൾ മോണാക്ടും അതുപോലെ തന്നെ മിമിക്രിയും പുരോഗമിക്കുകയാണ്. നമുക്ക് ആ വേദിയിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല. ഇന്നലെ നാടക വേദിയിലെങ്കിൽ LGBT സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ നാടകവേദിയിൽ അത്തരം ഒരു രാഷ്ട്രീയം പറയുന്ന കാര്യങ്ങൾ ഇന്നലെ നാടകങ്ങൾ അത്ര അവതരിപ്പിച്ചിരുന്നു. സ്വാഭാവികമായി നമ്മൾ കൗമാര കലാകാരണത്തിൻ്റെ മഹോത്സവം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന മിമിക്രിയിലായിക്കോട്ടെ പല കാര്യങ്ങളിലും അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സമകാലിക വിഷയങ്ങളെ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് തന്നെയാണ്, കലാപരമായ സൃഷ്ടികളാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിക്കുന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ മിമിക്രിയിൽ സ്വാഭാവികമായി അത്തരം സമകാലിക സംഭവങ്ങളൊക്കെ കൂടുതലും കടന്നു വരാൻ സാധ്യതയുള്ള കാര്യമാണ് മിമിക്രി. അതുപോലെ മറ്റ് ചില കലാരൂപങ്ങൾ അതിലൊക്കെ തന്നെ കടന്നു വരുന്നുണ്ടെന്ന് തന്നെയാണ് പറയാൻ സാധിക്കും. ശരി, സുജു ടി ബാബുവാണ് കലോത്സവ വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോടും പാലക്കാടും തൊട്ട് പിറകെ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന തരത്തിൽ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കൊല്ലത്തെ കലോത്സവ വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്.